കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാഷ്ട്രീയ ചൂട് ഉയരുന്നതിനിടെ UDF ശക്തമായ മുന്നൊരുക്കങ്ങളുമായി രംഗത്ത്. മിഷൻ 2026 ഒരു വർഷം മുൻപ് തന്നെ ആരംഭിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി അദ്ദേഹം മാധ്യമങ്ങളെ സമീപിച്ചു. സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും UDF പ്രവർത്തകർ ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇത് വളരെ ഫലപ്രദമായ മുന്നേറ്റമാണെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാരിനെ താഴെ ഇറക്കണമെന്ന ശക്തമായ ആഗ്രഹത്തോടെ ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ UDF പ്രവർത്തകർ ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വിലക്കയറ്റം പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് വ്യക്തമാക്കിയ സതീശൻ കഴിഞ്ഞ 12 മാസമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം കേരളത്തിലാണെന്ന് ആരോപിച്ചു. വിലക്കയറ്റം കുറയ്ക്കാൻ സർക്കാർ യാതൊരു കാര്യക്ഷമമായ നടപടിയും എടുത്തിട്ടില്ലെന്നും ജനങ്ങൾ കഷ്ടത അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സപ്ലൈകോയുടെ പ്രവർത്തനവും സതീശൻ വിമർശിച്ചു. വിപണിയിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സപ്ലൈകോ തകർന്നുവെന്നും കോടികൾ കുടിശ്ശികയായി നൽകാനുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ വ്യാപകമായ പ്രചരണങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും നികുതി പണത്തിൽ നിന്നാണ് കോടികൾ ചെലവഴിച്ച് പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സതീശൻ ആരോപിച്ചു. സർക്കാരിന്റെ വികസന ചെലവുകളെ കുറിച്ചും കണക്കുകൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും യഥാർത്ഥത്തിൽ ചെലവാക്കിയതിലും ഏറെ കണക്കുകൾ ഉയർത്തിക്കാട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റേഷൻ വിതരണം സംബന്ധിച്ച് സതീശൻ പ്രതികരിച്ചു. കേരളത്തിൽ ഒരിക്കലും റേഷൻ മുടങ്ങിയിട്ടില്ലെന്നും പൊതുവിതരണ സംവിധാനം മുൻ സർക്കാരുകളുടെയും നേട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴത്തെ സർക്കാർ റേഷൻ വിതരണത്തെ തങ്ങളുടെ നേട്ടമായി പ്രചരിപ്പിക്കുന്നത് തെറ്റായ അവകാശവാദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം തീപിടുത്ത സംഭവത്തെയും സതീശൻ പരാമർശിച്ചു. സംഭവത്തിൽ മരണങ്ങൾ ഉണ്ടായെന്ന പരാതികൾ ഉയർന്നിരിക്കുന്നതിനാൽ അതിന്റെ സത്യാവസ്ഥ ഗൗരവമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരോഗ്യ മേഖലയും കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ആരോപിച്ച സതീശൻ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് വിമർശിച്ചു. എന്നാൽ ജനങ്ങൾ അത് മോർച്ചറിയിലാണെന്നാണ് പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയമാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭരണ പ്രതിപക്ഷം പോരാട്ടം ശക്തമാകുന്ന സാഹചര്യത്തിൽ VD സതീശന്റെ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്.